തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. നോക്കമ്മേ, എന്റെ കണ്ണു പിടിക്കുന്നില്ലടി. ഇങ്ങോട്ട് നോക്ക് അമ്മ. അതിലെ നമ്പർ കണ്ടില്ലേ? ഇതോ? നോക്ക് ഇത് വന്ന് സെയിമാ. അയ്യോ, ശരിയാണല്ലോ. 1,00,000 രൂപ. ആ, അതമ്മ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ഇനി അധികം ദ്രോഹിക്കണ്ടാന്ന്. അയ്യോ, നീ ഓടി ഓടുന്നു. ഈ സമ്മാനമേ അയാളുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണെന്നാണോ നീ വിചാരിക്കുന്നേ? പിന്നെ ഇതേ നമ്മുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാടി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? അയാള് ലോട്ടറി റിസൾട്ട് നോക്കുന്നതിനിടയിൽ ഞാൻ വന്ന് കയറുക, ഞാനത് പിടിച്ചു വാങ്ങി കത്തിച്ചു കളയാൻ തീരുമാനിക്കുമ്പോ നിനക്കത് തടയാൻ തോന്നുകയും നീ റിസൾട്ട് നോക്കുകയും ചെയ്തത്. എടി, ഈ സമ്മാനം നമുക്ക് കിട്ടണോന്നുള്ളത് കൊണ്ടല്ലേടി ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലേ? അപ്പോ ഇത് അദ്ദേഹത്തെ കാണിക്കാൻ പോലും നിൽക്കാതെ നമ്മൾ എടുക്കണം. അല്ലാതെ പിന്നെ എടി, അയാളുടെ മുമ്പിൽ സത്യസന്ധത കാണിച്ച് ദൈവം തന്ന 1,00,000 രൂപ നമ്മൾ വെറുതെ കളയണോ? അതല്ലമ്മേ, ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇത് അയാൾക്ക് കൊടുത്താലും ആ കാശ് അയാള് നമുക്ക് തന്നെ തരില്ലേ? അങ്ങനെ ഇപ്പൊ അയാളുടെ ഔദാര്യം ഇവിടെ ആർക്കും വേണ്ട. എന്നിട്ട് വേണം ജീവിതകാലം മുഴുവൻ അയാളുടെ ഉത്തരവാദിത്വം എന്റെ തലയിലാവാൻ. എന്റെ പൊന്നു സോനെ, ഈ ലോട്ടറിയിൽ സമ്മാനം അടിച്ച കാര്യം അയാൾക്കറിയില്ലല്ലോ. അപ്പൊ പിന്നെ അടിച്ച ലോട്ടറി മാത്രം മാറ്റിവെച്ച് ബാക്കി എല്ലാം കൂടി അയാളുടെ മുമ്പിലിട്ട് തന്നെ കത്തിച്ചു കളഞ്ഞാൽ പ്രശ്നം തീരില്ലേ? തീർന്നല്ലോ പ്രശ്നം. ഇനി അയാളുടെ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റിന് സമ്മാനം അടിച്ചെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഒന്നുകിൽ അത് വിറ്റുപോയി കാണും, അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞ കൂട്ടത്തിൽ അതങ്ങ് പോയി കാണുന്ന അയാൾ വിചാരിച്ചോളും. ഏതെങ്കിലും രീതിയിൽ നമ്മളത് എടുത്തുനിന്ന് ആരെങ്കിലും അറിഞ്ഞ വലിയ നാണക്കേടാവില്ലേ? എടി, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കിയ ആർക്കും ഒരു സംശയം തോന്നില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ നീ ഈ കാര്യം ആരോടും പറയാതിരുന്നാ മതി. എന്താ? ശരി. മെടുക്കി. നീ അമ്മയുടെ കൂടെ പറയുന്നതനുസരിച്ച് കൂടെ നിന്നാ അതിന്റെ ഗുണം നിനക്കും ഉണ്ടാവും. അപ്പോ സമ്മാനത്തിന്റെ കാര്യം നമ്മൾ അറിഞ്ഞിട്ടുമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. ഇപ്പൊ തന്നെ സമ്മാനം അടിച്ച ഈ ലോട്ടറിയെ ഞാനങ്ങ് മാറ്റി വെക്കുക. ഇനി ബാക്കി ലോട്ടറി അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അങ്ങ് കത്തിച്ചേക്കാം. ഇത് നമ്മള് രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി, കേട്ടല്ലോ? അതെ, ലോട്ടറി കച്ചവടമൊക്കെ ഇതോടെ തീർന്നു, കേട്ടല്ലോ? ഇനി ഇവിടുത്തെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് ചെയ്ത് ജീവിച്ചു പോയാ മതി. സുശീലിയെ ഒരു പട്ടിയെ വളർത്തുമ്പോ ഈ വീടിന് എന്തെങ്കിലും ഒരു ഉപകാരം വേണം. അല്ലാതെ തെണ്ടി നടക്കുന്ന പട്ടിയൊക്കെ ഞാൻ എന്തിനാ ചോറ് കൊടുക്കുന്നേ? സുശീലേ, ആ ലോട്ടറിയുടെ റിസൾട്ട് നോക്കിയ ശേഷം ഒന്ന് കത്തിച്ചുകള. എന്തെങ്കിലും സമ്മാനം ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ട, നീ തന്നെ എടുത്തോ. എന്റെ പട്ടിക്ക് വേണം നിങ്ങളുടെ സമ്മാനം. തനിക്ക് ബമ്പർ അടിച്ചാലും സുശീലയുടെ മനസ്സ് മാറില്ലെന്ന് തന്നെ കാണിക്കാനാ ഈ മുമ്പിലിട്ട് കത്തിക്കുന്നത്, മനസ്സിലായോ? ഞാനൊരു ഭാഗ്യം കെട്ടവനാ, എനിക്കൊന്നും അടിക്കില്ല. എല്ലാ ലോട്ടറി വിൽപ്പനക്കാരും അങ്ങനെയാ. വാങ്ങുന്നവന്റെ ഭാഗ്യത്തിന് വല്ലതും അടിച്ചാലായി.
ഇവിടെ ആർക്കും ഇതുകൊണ്ടുള്ള ഭാഗ്യം വേണ്ട. വേഗം പറഞ്ഞ പണി ചെയ്ത് തീർക്കാൻ നോക്ക്. അങ്ങ് വെട്ടിക്കണ്ടിച്ചിടാൻ. ഓ